ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ ഒരു ട്രോഫി സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. 2024-25 സീസണിൽ ആദ്യ 8 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്ത് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ്. പുതിയ സിഇഒയുടെ നിയന്ത്രണത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ. വൻ സ്വപ്നങ്ങളിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ചുവട് വെച്ച് തുടങ്ങിയതായി സിഇഒ അഭിക് ചാറ്റർജി വ്യക്തമാക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് സ്വന്തമായുള്ള സ്റ്റേഡിയം എന്ന് അഭിക് ചാറ്റർജി പറയുന്നു. എന്നാൽ അതുടൻ പ്രാവർത്തികമാകാനുള്ള പ്ലാൻ ഇല്ല. ഒരു സ്റ്റേഡിയം പ്രൊജക്ട് നടക്കണമെങ്കിൽ ചുരുങ്ങിയത് 350 കോടി മുതൽ 600 കോടി രൂപ വരെ വേണ്ടിവരും. ISLലെ ഒട്ടുമിക്ക ക്ലബ്ബുകൾക്കും സ്വന്തമായി സ്റ്റേഡിയം ഇല്ല. ജംഷഡ്പൂർ FC മാത്രമാണ് സ്വന്തമായി സ്റ്റേഡിയം ഉള്ളത്. പുതിയ പാർട്ട്ണർഷിപ്പ്, സ്ഥലം മാറ്റം എന്നിവയുണ്ടായാൽ സ്വന്തം സ്റ്റേഡിയം എന്നത് നടക്കുമെന്നും അഭിക് ചാറ്റർജി പറയുന്നുണ്ട്. സ്റ്റേഡിയം അല്ലാതെ ചില ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പദ്ധതികളാണ് നിലവിൽ ആഗ്രഹിക്കുന്നത്. അത് കളിക്കാരുടെ രൂപത്തിലായാലും ഇൻവെസ്റ്റ്മെന്റിന്റെ രൂപത്തിലായാലും സ്വീകരിക്കുമെന്നും അഭിക് ചാറ്റർജി കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2014 ISLൽ അരങ്ങേറിയപ്പോൾ മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ് കലൂർ സ്റ്റേഡിയം. ബ്ലാസ്റ്റേഴ്സ് പരിശീലനം നടത്തുന്ന പനമ്പിള്ളി നഗർ ഗ്രൗണ്ട് സംസ്ഥാന സർക്കാരിന്റെ സ്വന്തവുമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾക്ക് വേണ്ടി ക്ലബിന് വൻ തുകയാണ് ചിലവഴിക്കേണ്ടി വരാറുള്ളത്. ഒരു മത്സരത്തിനായി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ വാടക ഇനത്തിൽ 8 ലക്ഷം രൂപ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് ബ്ലാസ്റ്റേഴ്സ് നൽകണം എന്നാണ് വിവരം. എന്നാൽ അതിൽ കൂടുതൽ തുക ബ്ലാസ്റ്റേഴ്സിന് ചെലവാകുന്നുണ്ടെന്നാണ് അഭിക് ചാറ്റർജി വെളിപ്പെടുത്തുന്നത്. 2024-25 സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത 2 മത്സരങ്ങളും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. നവംബർ 24-ന് ചെന്നൈയിൻ FCയെയും 28-ന് FC ഗോവയെയും ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ച് നേരിടും. തുടർച്ചയായ 3 തോൽവിക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കളത്തിലേക്ക് എത്തുന്നത്. ചെന്നൈയിൻ FC ഈ സീസണിൽ കരുത്തരായ ടീമുകളിലൊന്നാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുമായി 4ാം സ്ഥാനത്താണ് ചെന്നൈയിൻ FC. ബ്ലാസ്റ്റേഴ്സിലെ ഒരു താരം സസ്പെൻഷൻ അടുത്താണെന്നതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ചെന്നൈയിൻ FCക്കെതിരായ മത്സരത്തിൽ ഒരു മഞ്ഞക്കാർഡ് കൂടി കിട്ടിയാൽ തുടർന്നുള്ള ഒരു മത്സരത്തിൽ നവോച്ച സിംഗ് പുറത്തിരിക്കേണ്ടി വരും. ഇത് ടീം മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഈ സീസണിൽ ഇതുവരെ 7 മത്സരങ്ങളിൽ നവോച്ച സിംഗ് 3 മഞ്ഞക്കാർഡ് കണ്ടു കഴിഞ്ഞു. ലീഗ് റൗണ്ടിൽ 4 മഞ്ഞക്കാർഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ താരം പുറത്തിരിക്കേണ്ടി വരും. ചെന്നൈയിൻ FCക്കെതിരായ മത്സരത്തിന് ശേഷം നവംബർ 28-നാണ് FC ഗോവയ്ക്കെതിരെ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന് മത്സരമുള്ളത്.